ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ. ചതയം മുതൽ ചതയം വരെ എന്ന പരിപാടിയിൽ ഇന്നത്തെ എൻ്റെ അവതരണ വിഷയം യോഗിയും ഗുരുവും. എല്ലാവരുടെയും അനുഗ്രഹത്തോടെ ഞാൻ എൻ്റെ യജ്ഞത്തിലേക്ക് കടക്കുകയാണ്. യോഗിയും ഗുരുവും. ഒരിക്കൽ ഒരു വലിയ സന്യാസി ഭഗവാനെ സന്ദർശിക്കാനായി ശിവഗിരിയിൽ വന്നിരുന്നു. ഭഗവാൻ അപ്പോൾ അരുവിപ്പുറത്തേക്ക് പോയിരുന്നു. സന്യാസിക്ക് മലയാള ഭാഷ വശമില്ല. ഹിന്ദി, തമിഴ് മുതലായവ അറിയാം. അദ്ദേഹം ദീർഘകായനും അതിനൊത്ത ശരീരപുഷ്ടിയുള്ള ആളുമായിരുന്നു. കാഷായ വസ്ത്രമുണ്ട്. താടിയും മീശയുമെല്ലാം വളർന്നു നീണ്ട് പൊക്കിൾ വരെ എത്തിയിട്ടുണ്ട്. രുദ്രാക്ഷമാലകൾ കൊണ്ട് ശരീരം മൂടിയിരിക്കുന്നു. എപ്പോഴും ഭസ്മലേപനം ചെയ്തിരിക്കും. ഒരു ദണ്ഡും ജലപാത്രവും പൂജയ്ക്കുള്ള സാധനങ്ങളും കുറെ സാളഗ്രാമവും കൈവശമുണ്ടായിരുന്നു. എല്ലാ ആസനകളും ശീലിച്ചിട്ടുണ്ട്. ഓരോരോ ആസനങ്ങളിൽ മാറി മാറിയായിരുന്നു നിത്യവും ധ്യാനം നടത്തി വന്നു. സ്വദേശം ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാവും ഊരു താനെന്നും പേര് ചോദിച്ചാൽ കടവുൾ പേര് താനെന്നും പറഞ്ഞിരുന്നു. സ്വാമിയെ പാത്തുതാൻ പോവേൻ എന്ന് പറഞ്ഞ് ശിവഗിരിയിൽ താമസിച്ചു. കുട്ടികൾ അടുത്തു ചെന്നാൽ മണ്ണ് വാരിക്കൊടുക്കും. അത് അപ്പോൾ പഞ്ചസാരയായിരിക്കും. ചിലർക്ക് കല്ലെടുത്ത് കൊടുക്കും. അത് കൽക്കണ്ടമായിരിക്കും. ഈ രീതിയിൽ 3 ദിവസം താമസിച്ചു. ഭഗവാനേക്കാൾ മഹാനായ ഒരു യോഗി ശിവഗിരിയിൽ എത്തിയിരിക്കുന്നുവെന്ന് പ്രസിദ്ധിയായി. 3-ാമത്തെ ദിവസം ഭഗവാൻ മടങ്ങിയെത്തി. ആളുകൾ പുതിയ സന്യാസിയുടെ ചെയ്തികളെല്ലാം ഭഗവാനോട് പറഞ്ഞു. കൊള്ളാമല്ലോ എന്ന് മാത്രം ഭഗവാൻ മറുപടി പറഞ്ഞു. ഭഗവാൻ ശിവഗിരിയിലെത്തി വൈദിക മഠത്തിൽ ഒരു സ്റ്റോളിൽ പോയിരുന്നു. ഭഗവാൻ കടന്നു പോകുന്നത് കണ്ടപ്പോൾ സന്യാസിയുടെ പ്രകൃതത്തിന് വലിയ മാറ്റം വന്നു. കൈവശമുണ്ടായിരുന്ന പൂജാ സാധനങ്ങൾ എല്ലാം എടുത്തുകൊണ്ട് ഭഗവാന്റെ സന്നിധിയിലെത്തി ഭഗവാന് മുന്നിൽ ദണ്ഡ നമസ്കാരം ചെയ്തു. അതിനുശേഷം ഭഗവാന്റെ പാദത്തിൽ പൂജ നടത്തി. തന്നെയും തനിക്കുള്ളതെല്ലാവും ഭഗവാനെ അർപ്പിച്ചിരിക്കുന്നതായി അറിയിച്ചു. സന്യാസി കാഴ്ചവെച്ച സാധനങ്ങളിൽ നിന്നും ഒരു സാളഗ്രാമം മാത്രം എടുത്തിട്ട് ശേഷമെല്ലാം അദ്ദേഹത്തിന് തിരികെ നൽകി. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ എളിയ വാക്കുകൾ ഭഗവാൻ ശ്രീനാരായണ ഗുരുവിൻ്റെയും അമ്മ ശ്രീ ശാരദാംബികയുടെയും തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ.